വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സായാഹ്ന പ്രാർത്ഥന എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മത്തായി 14-23 വാക്യം. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. ദിവസം മുഴുവൻ യേശു ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ജനങ്ങളെ ശുശ്രൂഷിച്ചു. ഇടയില്ലാത്ത ആടുകളെ പോലെ ആയിരുന്ന ജനക്കൂട്ടത്തോട് അനുകമ്പയോടെ അവൻ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സുഖപ്പെടുത്തി, കുഷ്ഠരോഗികളെ ശുദ്ധീകരിച്ചു, നിരവധി അത്ഭുതങ്ങൾ ചെയ്തു. എന്നാൽ വൈകുന്നേരമായപ്പോഴേക്കും പിതാവുമായുള്ള കൂട്ടായ്മയ്ക്കായി അവന്റെ ഹൃദയം കൊതിച്ചു. അവൻ ജനക്കൂട്ടത്തെ വേഗത്തിൽ പറഞ്ഞയച്ച് ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ ശാന്തമായ ഒരു സ്ഥലത്ത് പിൻവാങ്ങിയെന്ന് തിരുവെഴുത്ത് നമ്മോട് പറയുന്നു. ഒരിക്കൽ ഇസ്രായേൽ മക്കൾ ഹായിൽ പരാജയപ്പെട്ടപ്പോൾ യോശുവയും ഇസ്രായേലിലെ മൂപ്പന്മാരും വൈകുന്നേരം വരെ കർത്താവിന്റെ പെട്ടകത്തിന് മുൻപിൽ കമിഴ്ന്നു വീണു. ദൈവം മുൻപാകെ സ്വയം പരിശോധിച്ചു എന്ന് യോശുവ 7-6 വാക്യത്തിൽ കാണപ്പെടുന്നു. ആ സമയത്ത് അവരുടെ പരാജയത്തിന്റെ കാരണവും ആ പരാജയത്തെ വിജയമാക്കി മാറ്റാനുള്ള വഴിയും കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി. ശപിക്കപ്പെട്ടത് അവർ അവരുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്തു, വിജയം പുനഃസ്ഥാപിച്ചു. ഇത് യോശുവ 7-6-13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേൽ ജനം സാധാരണയായി ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ഒരു രീതി പാലിച്ചിരുന്നു. ഈ രീതി അവരുടെ പൂർവികരുടെ ജീവിതത്തിൽ വേരൂന്നിയതായിരുന്നു. അബ്രഹാം അതിരാവിലെ പ്രാർത്ഥിച്ചു. ഇസ്ഹാക്ക് തന്റെ വൈകുന്നേരങ്ങളിൽ വയലുകളിൽ ധ്യാനിച്ചു. ഒറ്റയ്ക്ക് ദൈവസ്നേഹത്തിന്റെ നിശബ്ദ പ്രതിഫലനത്തിൽ എന്ന് ഉൽപ്പത്തി 24-63 വാക്യത്തിൽ കാണുന്നു. യാക്കോബ് രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ദൈവവുമായി മല്ലിട്ടു. ദാവീദും 3 നിശ്ചിത സമയങ്ങൾ പ്രാർത്ഥനയ്ക്കായി നീക്കിവെച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനോ ദൈവത്തെ വിളിക്കും, കർത്താവ് എന്നെ രക്ഷിക്കും. വൈകുന്നേരവും രാവിലെയും ഉച്ചയ്ക്കും ഞാൻ പ്രാർത്ഥിക്കുകയും ഉറക്കെ നിലവിളിക്കുകയും ചെയ്യും, അവൻ എൻ്റെ ശബ്ദം കേൾക്കും. ഇത് സങ്കീർത്തനം 55-16-17 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവം നിങ്ങൾക്ക് ദിവസം മുഴുവൻ പ്രവർത്തിക്കാനുള്ള ശക്തിയും ഊർജവും കൃപയോടെ നൽകുന്നു. വൈകുന്നേരം അവനോടൊപ്പം ആയിരിക്കാൻ കുറച്ച് നിമിഷങ്ങൾ എടുക്കുക. ദിവസം മുഴുവൻ അവൻ നിങ്ങൾക്ക് നൽകിയ കൃപയ്ക്കും സഹായത്തിനും അവനെ സ്തുതിക്കുക. പ്രിയപ്പെട്ട ദൈവപൈതലേ, ചിലപ്പോൾ അജ്ഞാതമായ പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. ഇവ നിങ്ങളെ കുറ്റബോധത്തിലോ നിരുത്സാഹത്തിലോ നിശബ്ദമായി ഭാരപ്പെടുത്തും. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കർത്താവിനോട് അനുരഞ്ജനം നടത്തുക. ഏറ്റുപറഞ്ഞ് അവനുമായി സമാധാനത്തിലാകുക. എല്ലാത്തിലും ഉപരി നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും കർത്താവ് മടങ്ങി വന്നേക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ദാനിയേൽ 6-10 വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിടിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനം 63, 64, 65 അധ്യായങ്ങൾ. വൈകുന്നേരം റോമർ 6 അധ്യായം. ആമേൻ.